യേശു എന്ന മഹാദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ ഏവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചന പ്രകാശനം. പുതു ഞായറാഴ്ചയാണ്. ജീവന്റെ വചനം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 28-ാം വാക്യം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. കോണ്ടെക്സ്റ്റ് വെരി ഇലാബറേറ്റ് ആണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആ കൂട്ടത്തില് തോമസ് എന്ന ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ ഉണ്ടായിരുന്നില്ല. തോമസ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല, മാത്രമല്ല കണ്ടാൽ മാത്രം മതിയില്ല, എൻ്റെ കൈവിരലുകള് അവൻ്റെ ആണിപ്പാടുകളിൽ ഇടുകയും അവൻ്റെ ചങ്കത്തെൻ്റെ കൈവച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ അടച്ചിട്ട മുറിയില് തോമസ് ലീഗായുടെ മധ്യേ യേശു ഉയർത്തെഴുന്നേറ്റ് ഇറങ്ങി വരികയാണ്. സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ മുറിവേറ്റ ആണിപ്പാടുകളുള്ള കരങ്ങൾ നീട്ടിക്കൊണ്ട്, തോമസ് നിന്റെ വിരലുകള് ഇങ്ങോട്ട് നീട്ടുക, നിന്റെ കരം എൻ്റെ ചങ്കത്ത് വെച്ച് നോക്കുക എന്ന് പറയുകയാണ്. തോമസ് തന്റെ വിരലുകൾ നീട്ടിയപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൽ പറഞ്ഞ ബൈബിളിന്റെ അന്തസാരയാണ് യേശു ആരെന്ന്. മൈ ലോർഡ്, മൈ ഗോഡ്. ഈ അടിസ്ഥാനത്തിലെത്ര നമ്മുടെ ആരാധനയും നിത്യജീവനും മുന്നോട്ട് പോകുന്നതെന്ന് ഓർപ്പിക്കുകയാണ്. യേശുവിനെ ദർശിക്കുകയും അവന്റെ സ്പർശനം അനുഭവിച്ച ഒരു മനുഷ്യനും അവനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവന് വേണ്ടി എത്രമാത്രം ത്യാഗം കഴിക്കുവാനും അവരെല്ലാം തയ്യാറായിട്ട സമൂഹമാണ്, വ്യക്തികളാണ്, പള്ളികളാണ്, ദേവാലയങ്ങളാണ് ലോകത്തുണ്ടായിരിക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ്. എല്ലാവരും കേട്ടതാണ്. ഭാരതത്തില് തൻ്റെ ചെറുപ്പകാലഘട്ടത്ത് കടന്നു വന്ന വിശുദ്ധിയായ മദർ തെരേസ എന്ന വിശുദ്ധിയായ മഹാ മിഷണറിയെ ആരും മറക്കുന്നില്ല. അൽബേനിയയിലാണ് ജനിച്ചതെങ്കിലും രക്തം കൊണ്ട് അൽബേനിയക്കാരിയാണെങ്കിലും പൗരത്വം കൊണ്ട് ഇന്ത്യക്കാരിയാണ്. പക്ഷേ മദർ തെരേസ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നെ ദർശനം അവനെ സ്പർശിച്ച് അനുഭവിച്ചവനാണ്. അവൻ ആരെന്ന്. അങ്ങനെ തോമസ് ലീഗ യേശുവിനെ സ്പർശി ഭാരതത്തിൽ വന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ യേശുവില് ഭാരതീയരാക്കി തീർത്തത് 2-ാം തോമസ് ലീഗയായ വിശുദ്ധ മദർ തെരേസയാണെന്ന് മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. വഴിവക്കിലും പുറംപോക്കിലും എല്ലാവരും തള്ളപ്പെട്ട് സ്നേഹം ലഭിക്കാതെ കിടന്ന ഏത് രീതിയിലുള്ള മനുഷ്യരെയും തൻ്റെ കരങ്ങൾ കൊണ്ടെടുത്ത് ചികിത്സിച്ച് കരത്തിൽ കിടന്ന് യേശുവിലവിടെ ആത്മാവ് ഏൽപ്പിച്ച ആ മഹാത്യാഗിയെ മറക്കരുതെന്ന് ഓർപ്പിക്കുകയാണ്. അവസാനം മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും അനേക യൂണിവേഴ്സിറ്റികളും പഠന കേന്ദ്രങ്ങളും ആ മഹനീയ സ്ത്രീയുടെ പേരിലുണ്ടായി. മാത്രമല്ല, ആ മഹനീയയുടെ മധ്യസ്ഥതയില് അനേകായിരങ്ങള് അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നേരിൽ സ്പർശിച്ച അനുഭവമാണ് മദർ തെരേസയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ദർശനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഉയർത്തെഴുന്നേറ്റവനത്രേ ക്രിസ്തു. തലകളെ വണക്കി ധ്യാനിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ അത്ഭുതമായ ദർശനം ഇന്ത്യയുടെ അപ്പോസ്തലനായ തോമസിന് കൊടുത്തതിന്റെ ഫലമായി ഭാരതത്തിൽ AD 52 കടന്നു വന്ന് അനേകായിരങ്ങളെ
നിന്റെ ദിവ്യപ്രകാശം കൊണ്ട് നിന്നിലാക്കി തീർത്തു. അനേകായിരങ്ങൾ അതിനുശേഷം തലമുറകളായി നിന്റെ ദർശനം ലഭിച്ച് ലോകത്തങ്ങോളം ഇങ്ങോളം വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കുമെല്ലാം നിനക്ക് സാക്ഷികരമായി. അങ്ങനെ ലോകം മുഴുവൻ നിന്റെ പ്രകാശം കൊണ്ട് നിറച്ചുവെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളിലെല്ലാം തോമാസിലേക്ക് അടച്ചിട്ട മുറിയിൽ നീ കടന്നു വന്ന് സമാധാനമെന്ന് പറഞ്ഞ് അവൻ്റെ വിരലുകൾ നീട്ടുവാനും അവൻ്റെ കൈവച്ച് നോക്കുവാനും നിന്റെ മുറിപ്പാടുകളെ അനുവദിച്ച ദൈവം തമ്പുരാന്, നിന്റെ മുറിപ്പാടുകളിൽ ഞങ്ങളും തൊടട്ടെ. നിന്റെ വസ്ത്രത്തിലെങ്കിലും ഞങ്ങൾ തൊട്ട് ഞങ്ങളും സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.